ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു ഉറട്ടിയുടെ റെസിപ്പി ആയാലോ. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുകാരുടെ സ്വന്തം സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഞാൻ എൻ്റെ ജിമ്മേറ്റായ പ്രിയയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി എടുക്കണം. വറുത്ത അരിപ്പൊടിയാണ്, നമുക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ലേ ആ അരിപ്പൊടി. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. അതുപോലെ തന്നെ പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, കുറച്ച് മധുരത്തിനായിട്ടാണ്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുത്തത്. അപ്പോൾ എനിക്കൊരു 1/2 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുഴച്ചതിൻ്റെ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി കേട്ടോ, സോറി. അപ്പോൾ ഞാനിങ്ങനെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് അതിൽ കുറച്ച് ഇങ്ങനെ ബട്ടർ ഇങ്ങനെ തേച്ചിട്ടാണ് അത് പരത്തിയെടുത്തത് കേട്ടോ. ഇത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഈ പാനിൽ ഡയറക്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം. അതല്ല, ഇതാണ് കുറച്ചുകൂടി ഈസിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ വേണ്ട, നമുക്കിതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത് കേട്ടോ. നല്ലൊരു തീരെ ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല കേട്ടോ. ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റണം, ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കണം കേട്ടോ, ഞാൻ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതുപോലെ പാൻ ചൂടാവുമ്പോൾ നമ്മൾ ഈ ഫോയിൽ അതേപോലെ എടുത്ത് കമിഴ്ത്തി വെച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പതുക്കെ ഇളക്കിയെടുക്കുക കേട്ടോ. ഉടനെ ഇളക്കിയെടുക്കരുത്, പതുക്കെ ഇളക്കിയെടുക്കുക. 2 സൈഡും മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതുപോലെ ചുട്ടെടുക്കുക കണ്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് വഴി പറയേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രം മഞ്ജു.